നമസ്കാരം. നാസിക്കിലെ ഡാറ്റ കൺസൾട്ടൻസി സർവീസസിൽ നടന്ന ബലാത്സംഗ, ലൈംഗിക പീഡനം, മതമാറ്റം എന്നീ പരാതികളിലെ അന്വേഷണത്തിനായി 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ 40 ദിവസം രഹസ്യമായി TCSൽ ജോലി ചെയ്തു. 8 FIRകൾ രജിസ്റ്റർ ചെയ്യുകയും 7 ജീവനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്വേഷണത്തോട് TCS പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. നാസിക്കിലെ TCS ഓഫീസിൽ ഉയർന്നുവന്ന ബലാത്സംഗം, ലൈംഗിക പീഡനം, മതമാറ്റം, ബലമായി ബീഫ് തീറ്റിച്ച പരാതികളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് 6 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വേഷം മാറി ജോലി ചെയ്തത്. പ്രതികളായ ജീവനക്കാരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്നതിനായി ഫെബ്രുവരി പകുതി മുതൽ 40 ദിവസത്തോളം ഇവർ BPO ഓഫീസിൽ ജോലി ചെയ്തു. ചില ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ നീക്കമെന്ന് പോലീസ് അറിയിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ സന്ദീപ് കർണിക്കിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത്. മാർച്ച് 26-നാണ് കേസിനാസ്പദമായ ആദ്യ സംഭവം പുറത്തറിയുന്നത്. ഒരു വനിതാ ജീവനക്കാരി തന്റെ മേലുദ്യോഗസ്ഥൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ദേവ്ലാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഈ അന്വേഷണത്തിനിടയിലാണ് കൂടുതൽ പരാതികൾ പുറത്തുവന്നത്. ഒരു പുരുഷ ജീവനക്കാരൻ ഉൾപ്പെടെ 8 ജീവനക്കാർ കൂടി ലൈംഗിക പീഡന പരാതിയുമായി മുംബൈ നാക്ക പോലീസ് സ്റ്റേഷനെ സമീപിച്ചു. മാർച്ച് 26-നും ഏപ്രിൽ 3-നും ഇടയിൽ ആകെ 8 FIRകൾ രജിസ്റ്റർ ചെയ്തു. കുറ്റപത്രവും നിയമ നടപടിയും ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗം, ലൈംഗിക പീഡനം, പിന്തുടർന്ന് ശല്യം ചെയ്യുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, മതവികാരം വ്രണപ്പെടുത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികളിൽ 7 പേരെ ഏപ്രിൽ 7-ന് അറസ്റ്റ് ചെയ്തു. ഇവരെ TCS ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 8ാമത്തെ പ്രതിയായ HR മാനേജർ പോലീസ് കസ്റ്റഡിയിലാണ് നിലവിൽ. ഇരകളിൽ ഒരാൾ നൽകിയ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് മാനേജർക്കെതിരെയുള്ള അന്വേഷണം. യോഗങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പ്രതികളുടെ പെരുമാറ്റം 6 വനിതാ ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചതായി പോലീസ് പറഞ്ഞു. ഇവർ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുകയും ജോലി കഴിഞ്ഞ് വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. ലഭിച്ച വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കാൻ ഈ ആസൂത്രിത നീക്കം സഹായിച്ചുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം തലവൻ സന്ദീപ് മിത്കെ പറഞ്ഞു. രഹസ്യമായി നിരീക്ഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരാതികളിലെ സത്യാവസ്ഥ തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചു. പ്രത്യേക അന്വേഷണ സംഘവും കമ്പനിയുടെ ആഭ്യന്തര സംവിധാനവും കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുമുണ്ട്. പീഡന പരാതികൾ പരിഹരിക്കുന്നതിന് കമ്പനി ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് സംഘം പരിശോധിക്കുന്നുണ്ടെന്ന് കമ്മീഷണർ കർണിക് പറഞ്ഞു. നാസിക് യൂണിറ്റിൽ പോഷ് ആക്ട് പ്രകാരമുള്ള ആഭ്യന്തര പരാതി പരിഹാര സമിതി ഉണ്ടെന്നും എന്നാൽ പീഡനത്തിനിരയായ ജീവനക്കാരൊന്നും ഈ സംവിധാനം വഴി പരാതി നൽകിയിരുന്നില്ലെന്നും ഒരു കമ്പനി എക്സിക്യൂട്ടീവ് അറിയിച്ചു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്ന് TCS അറിയിച്ചു. പീഡനങ്ങളോട് സഹിഷ്ണുത കാണിക്കാത്ത നയമാണ് കമ്പനിക്കുള്ളതെന്നും ജീവനക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നും TCS പ്രസ്താവനയിൽ പറഞ്ഞു. കുറ്റാരോപിതരായ ജീവനക്കാരെ സംഭവം പുറത്തറിഞ്ഞയുടൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി കൂട്ടിച്ചേർത്തു.